ഇങ്ങോട്ട് നോക്കി മനുഷ്യ 2 മാസമായി നിങ്ങളെ പിന്നാലെ നടക്കണേ ഇതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞുകൊണ്ട്. ഇത് അൾമാരയിലിട്ട് പൂട്ടാനുള്ളതല്ല, ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രേസ്ലെറ്റാ. സ്വർണ്ണത്തിനൊന്നും ഇപ്പൊ കളിക്കാൻ പറ്റൂല, റെക്കോർഡ് വിലയാണ് ഇപ്പൊ സ്വർണ്ണത്തിനൊക്കെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മര്യാദക്ക് നന്നാക്കി തന്നോളി. ആകപ്പാടുള്ള ഒരു കനിയാണിത്. മുന്നേ ഒരു വള ഉണ്ടായി നിങ്ങൾ ഗൾഫ് നിർത്തി വന്ന് ആട്ടം മുട്ടിയപ്പം വിറ്റ് തൊലിച്ചില്ലേ. അതൊക്കെ ഇപ്പൊ ഇവിടെ പറയണ്ടേ? പിന്നെ പറയണ്ടേ എടി സ്വർണ്ണത്തിനൊക്കെ ഇപ്പൊ എന്താ വില എന്ന് വല്ല ഐഡിയ ഉണ്ട് എനിക്ക്? വില ഇനിയും കൂടൂലേ, അപ്പൊ ലാഭല്ലേ? ഒലക്കണേ നിങ്ങൾ ഈ അലാക്കിന്റെ ഈ സ്വർണ്ണം എല്ലാം 6 മാസം കൂടുമ്പോൾ കേടാവും. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും കേടാവും. അപ്പൊ മാണത് നന്നാക്കാൻ 8000-10,000 റുപ്യ. ഇത് ഇങ്ങനെ പൈസ കൊടുത്ത് ഇങ്ങനെ 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ നന്നാക്കാന്നല്ലാതെ മനസ്സിന് ഇതിനോട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാ? നഷ്ടം മാത്രമേ ഉള്ളൂ. പൈസ ഇങ്ങനെ അങ്ങോട്ട് പോവല്ലാതെ ഇങ്ങോട്ട് എന്തെങ്കിലും വരുന്നുണ്ട് ഇതിമെന്ന്. ഇതും കൊണ്ട് ചെല്ലുമ്പോൾ ഓല് പറയും ഇതിന് തേയ്മാനുണ്ട്, തേങ്ങണ്ട്, മാങ്ങണ്ട്, കല്ല് ഊരണം, എന്നിട്ട് തൂക്കണം, എന്നിട്ട് പിന്നെ പുതിയത് മാറ്റണമെങ്കിൽ വേറൊരു പണിക്കൂലി, എന്നിട്ട് അതിന്റെ GST വേറെ. ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് എത്ര ചെറുതാണെങ്കിലും 8000-10,000 മിനിമം കൊടുക്കണം. എന്നാ പിന്നെ പണിക്കൂലി ഇതിമെന്ന് കട്ട് ചെയ്ത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ട് ഈ തരക്കടിച്ചിന്. ഇത് അതും പറ്റൂല. നിങ്ങൾക്ക് സെയിം അളവിന് വേണേനോ. ഇത് നഷ്ടമല്ലാതെ പിന്നെ എത്ത് തേങ്ങയാണ്. എന്ത് നഷ്ടം മനുഷ്യ, ആ സ്വർണ്ണം അവിടെ തന്നെ ഉണ്ടാവൂലേ. വില കൂടുമ്പോ ലാഭല്ലേ, ആവശ്യം വരുമ്പോ എടുത്ത് വിൽക്കാലോ. എന്തിന് ജീവിതകാലം മുഴുവൻ എന്റെ പായാരം കേൾക്കാനോ? പണ്ടൊന്നും ഒരു വള വിറ്റ പായാരം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ കേൾക്കാനോ? ആവശ്യം വരുമ്പോ വിൽക്കാൻ തന്നെ ഒരു മുതല്. എടീച്ചക്ക് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഇപ്പത്തെ ആ ഫ്രീക്കം കുട്ടികളൊക്കെ കണ്ടു പഠിക്കേ. അവർക്ക് സിമ്പിൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ സ്വർണ്ണം ഒന്നും 4 ആളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച് ഇങ്ങനെ മമ്മൂട്ടിയൊക്കെയാണ് നടക്കൂല പോലെ. ഇപ്പത്തെ ഫ്രീക്കും കുട്ടികൾ ആ കാര്യത്തിലൊക്കെ ഓല ഉഷാറ ഓലൊക്കെ കണ്ടു പഠിക്കുക. അതാണ് ഇതൊക്കെ. മറ്റതൊക്കെ പയഞ്ചം പരിപാടിയാണ്, അതൊന്നും ഇപ്പൊ ഇല്ല. ഞാനേ ന്യൂജനല്ല, കുറച്ച് പഴയതാണ്. അവിടെ ഇരുന്ന് കുണുകുണു പറയാതെ മര്യാദക്ക് നന്നാക്കി തന്നോളൂ, അല്ലെങ്കിൽ എന്റെ പഴയ വാളാണ്ട് എടുത്തന്നാളി. ഇന്റെ അടുത്ത് 8000-10,000 ഒന്നും ഇല്ല. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിക്കാളി. 10,000 റുപ്യ കെട്ടിച്ചാണേ. അല്ല കല്യാണത്തിന് ബിരിയാണി വെക്കാനാ? പ്രോസല്ല ആനമുടുക്ക് ഉണ്ടാവും. ഈച്ച് പോണി ഇവിടുന്ന്, അല്ലെങ്കിൽ മനസ്സ് പിരാന്ന് പിടിച്ച് നിൽക്കണോ? അപ്പോഴോ മാഞ്ഞാളോ പോയി ഇവിടുന്ന്. നീ കണക്കാ മോളും കാണാം. പിടിച്ചോനെ ഏത് നേരത്താണോ ആ വളം വിൽക്കാൻ തോന്നുന്നത്? എന്റെ പൊന്നാറ് മുത്തുമണി സ്നേഹം കൊണ്ട് പറയാണ്, ഒരു കാരണവശാലും നിങ്ങളെ പെണ്ണുങ്ങളെ സ്വർണ്ണങ്ങൾ വിൽക്കരുത്. അനുഭവിക്കുമ്പോൾ ചത്താലും വിൽക്കരുത്. വട്ടിക്ക് പൈസ എടുത്താലും വേണ്ടില്ല, ഇത്ര അനുഭവിക്കേണ്ടി വരില്ല. ഗാർഹിക പീഡനാണ്, ഗാർഹിക പീഡനം. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, വിദഗ്ധരുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാണാം. അനുഭവിച്ചവരുടെ അഭിപ്രായം.